ഇല്ല. അപ്പോഴേക്കും ആളുടെ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കിയിരിക്കുക. അതാണ് സംഭവം. ഹലോ, വെൽക്കം ടു ദുബായ് മല്ലു വൈബ്സ്. ഇന്ന് നമ്മൾ അലൈൻ സൂ വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത്. സൂയിലേക്കുള്ള റോഡാണിത്. സൈഡിലുള്ള ആനിമൽസിന്റെ സ്റ്റാച്ചു നോക്കിക്കേ, എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഈ കാണുന്ന എൻക്വയറി സ്റ്റേഷനിൽ ചോദിച്ചപ്പോൾ ടിക്കറ്റ്സ് എല്ലാം അകത്താണെന്ന് മനസ്സിലായി. ഉള്ളിലേക്ക് ഒരു 5 മിനിറ്റ്സിന്റെ ട്രാവലിംഗ് കൊണ്ട് കേട്ടോ. വഴി തെറ്റാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഇല്ലെങ്കിൽ രണ്ടാമത്തതായി ഇതുപോലെ യൂട്ടേൺ അടിച്ച് വരേണ്ടി വരും. ആദ്യം വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് വഴി തെറ്റിയത്. ആ കാണുന്ന ടാക്സി ഡ്രോപ്പിംഗ് ഏരിയ കണ്ടോ, അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. എൻട്രൻസ് വരെ നിങ്ങൾക്ക് ഒട്ടും ബോറടിക്കാതെ പോകാൻ പറ്റും കേട്ടോ. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് രണ്ട് സൈഡിലും ഗ്രീനറീസ് ഉള്ളത്. ആ കാണുന്ന കൂട്ടം വൈറ്റ് കളറിലുള്ള DS ആണ്. അങ്ങനെ നമ്മൾ സൂ മെയിൻ എൻട്രൻസിലെത്തി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര ഹൈറ്റുള്ള കാക്ടസ് പ്ലാന്റ് കാണുന്നത്. ദ വെരി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് അപ്ലൈ സൺസ്ക്രീൻ ആൻഡ് പുട്ട് ഓൺ എ ഹാറ്റ്. UAE ഇപ്പം ഡേ ടൈം ടെമ്പറേച്ചറിനെ പറ്റി പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ടതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ്സ് കളക്ട് ചെയ്ത് അകത്തേക്ക് കയറുകയാണ്. മൂന്ന് വയസ്സിൽ താഴെ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടോഡ്ലറിന്റെ ടിക്കറ്റ് ആവശ്യം വന്നില്ല കേട്ടോ. ബട്ട് ഷട്ടിൽ സർവീസിന് പേയ്മെന്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള ബഗ്ഗി കാർ റെഡിയായി. ഇയർ ഓഫ് 1968 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള നമ്മുടെ അലൈൻ സൂ 990 ഏക്കേഴ്സ് ഓഫ് ലാൻഡിലായിട്ടാണ് സ്പ്രെഡ് ആയിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷട്ടിൽ സർവീസ് ഇല്ലാതെ സൂ വിസിറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. ആദ്യം നമ്മൾ വിസിറ്റ് ചെയ്തത് ഹൈനയാണ് കേട്ടോ. നമ്മുടെ കുട്ടികളുടെ കാർട്ടൂണിലെ കാത്തുമില്ലേ, അതിൽ പൂക്കാട് ചെമ്പരാണെന്ന് പറഞ്ഞപ്പോഴത്തേനും ഒരാൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പോയത് ഒരു ഈവനിങ് ടൈം ആയിരുന്നു. ഒരു 5 മണിയൊക്കെ ആകാറായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് 1 അവറേ മാക്സിമം കിട്ടിയുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ ആനിമലും ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ സ്ലീപ്പിംഗ് ആയിരുന്നു കേട്ടോ. ജിറാഫ് ഫീഡിങ് ജിറാഫ്, ഹൈന ഫീഡിങ്, മങ്കി, ജിറാഫ്. അതിലിപ്പോൾ ജിറാഫിൽ കയറും. ഓരോരുത്തും കയറുന്നതിന് 3150. ഹൈന ഫീഡിങ് ഇവരെ ചെയ്യത്തുള്ളൂ. ടച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആനിമലിനെ. ഇല്ല. ജാനു, that is April. Yes, April. This is 14 years old and she is 12. Okay. ജാനു, ഏപ്രിൽ, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ അവരുടെ നെയിമിങ്. ജനിച്ച മന്ത് വെച്ചിട്ടാണ് ജിറാഫ്സിനെ പേരിട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ സൂ വിസിറ്റ് ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ അവർ റിയൽ ആയിട്ട് കാണുമല്ലേ. ഇവിടെ ആനിമൽസിനെ സെപ്പറേറ്റ് ആക്കിയിട്ടുള്ളതനുസരിച്ച് സ്റ്റേഷൻസും ടെറിട്ടറീസും എന്നാണ് പറയുന്നത്. സോ ദിസ് ഇസ് ചീറ്റ ടെറിട്ടറി. സ്ലീപ്പി മോഡായിരുന്നെങ്കിലും കുട്ടികളുടെ ബഹളം കേട്ടിട്ട് ആൾ ഉണർന്നിട്ടുണ്ട്. ടൈഗർ ടെറിട്ടറി എത്തിയപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നെങ്കിലും കാണാൻ സാധിച്ചില്ല കേട്ടോ. കേജിനകത്ത് റെസ്റ്റിംഗിലായിരിക്കും എന്നാണ് സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ സമ്മർ ടൈമിലുള്ള വിസിറ്റിംഗ് നമ്മളെ ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള വാട്ടറും ഫുഡും ഒക്കെ കയ്യിൽ കരുതണം. ഫുഡ് കഴിക്കാനായിട്ട് പ്രത്യേകം ഏരിയാസ്, അതുപോലെ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്റ്റിംഗ് സോൺസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെയുള്ള ഷെയ്ഡഡ് വോക്ക് വേസ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, പ്രത്യേകിച്ചും ഹോട്ട് ക്ലൈമറ്റിൽ. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ 1 അവർ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദാറ്റ് ടൈം 6 ആയി, വിസിറ്റിംഗ് ടൈം ഫിനിഷ് ആയി. അങ്ങനെ ഞങ്ങളും ബൈ ബൈ പറയാണ് കേട്ടോ. സൈനിങ് ഓഫ് ഫ്രം ദുബായ് മല്ലു വൈബ്സ്.